അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറ്റവും സ്നേഹിക്കാൻ യോഗ്യതയുള്ള ആളെ സ്നേഹിക്കണമെന്നാണല്ലോ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും സ്നേഹിക്കേണ്ട ആളാരാണ്? ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഇടപെടൽ നടത്തുന്ന വ്യക്തിയാണ് അയാൾ സ്നേഹിക്കേണ്ടത്. അയാളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെടൽ നടത്തുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ജീവിതത്തെ ഒന്നുകൂടി വിശാലമാക്കുകയാണെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഭൗതികമായ ഈ ലോകത്തുള്ള ജീവിതത്തിനപ്പുറം വിശാലമായ ഒരു ലോകത്തെ, പാരത്രിക ലോകമടക്കമുള്ള സ്വർഗീയ ലോകമടക്കമുള്ള അതേപോലെ തന്നെ വിശാലമായ പരലോകത്തിന്റെയും ഈ ഭൗതിക ലോകത്തിന്റെയും വിശാലതയെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവിടെ നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ആൾ, അയാളെ സ്നേഹിക്കലാണല്ലോ നമ്മളുടെ ഏറ്റവും ഉചിതമായ മാർഗം. കാരണം അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അയാളുടെ കൈ പിടിച്ച് രക്ഷയുടെ കവച തീരത്തേക്ക് എത്തിച്ചേരാൻ നമ്മൾക്ക് സാധിക്കും. ആ ഒരാൾ വിശുദ്ധമായ ഖുർആൻ പ്രഖ്യാപിച്ചതുപോലെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധമായ മക്കയിൽ നിന്നും മദീനയിൽ നിന്നും അവിടുത്തെ അധരങ്ങളിലൂടെ മൊഴിഞ്ഞ സുന്ദരമായ വചനങ്ങൾ അത് കേട്ട് കാത് കൂർപ്പിച്ചുകൊണ്ട് സ്വീകരിച്ച സ്വഹാബികൾ, അവരിലൂടെ ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക് പ്രവഹിച്ച സുന്ദരമായ ആശയം. അൽഹംദുലില്ലാഹ്, ആ ആശയത്തിന്റെ ആളുകളാവാൻ ജന്മനാ നമ്മൾക്ക് സാധിച്ചു. അതിന് നമ്മൾ ഒരു അധ്വാനം എടുത്തിട്ടില്ല. ഈ ആശയത്തെ നമ്മളുടെ കൈകളിലേക്ക് സമർപ്പിച്ച വ്യക്തിയെ സ്നേഹിക്കുമ്പോഴാണ് അടുത്ത ഒരു ലോകത്തേക്കുള്ള മാറ്റം സംഭവിക്കുമ്പോൾ സുന്ദരമായ മനോഹരമായ ഒരു വിജയ തീരത്തേക്ക് നമ്മൾക്ക് എത്താൻ സാധിക്കുക. ആ പ്രവാചകനെ പ്രണയിക്കണം. ബുസ്രി ഇമാം ഒരുപാട് വരികളിൽ എഴുതി വെച്ച വാചകതാണല്ലോ. അവസാനം ബുസ്രി ഇമാം പറഞ്ഞു ഹബീബിനെ പറ്റി ഹൃദയം അറിഞ്ഞ് പാടി അവസാനിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മദാ യാ വാസിഅൽ കറമി. ആ വരിയിലാണ് ബുസ്രി ഇമാം ഖസീദത്തുൽ ബുർദ എൻഡ് ചെയ്യുന്നത്. ഓരോ വരികളിലും പ്രണയം ഇങ്ങനെ ഒളിപ്പിച്ചിരിക്കുകയാണ്. ഹബീബിനോടുള്ള ആത്മാർത്ഥമായ ഇഷ്ടം നമ്മളും അങ്ങനെ പ്രണയിക്കണം. നമ്മളുടെ മനസ്സിലും ആ സ്നേഹം ഇങ്ങനെ മുരിഞ്ഞു കത്തണം. അവസാനം നമ്മളുടെ സമീപത്തേക്ക് ഹബീബ് വരണം. അവിടെ മാത്രമല്ല, അത് കഴിഞ്ഞിട്ടുള്ള ലോകത്തും ഹബീബ് കൂടെ ഉണ്ടാവണം. മെഹബൂബിനെ പ്രണയിക്കുന്ന ഹബീബ്, നമ്മൾ ആരെയാണോ പ്രണയിക്കുന്നത് അവരുടെ ജീവിതത്തിലുള്ള ഓരോന്നും നമ്മളുടെ ജീവിതത്തിലേക്ക് പകർത്താൻ, ഇമിറ്റേറ്റ് ചെയ്യാൻ നമ്മൾക്ക് കഴിയണം. ഹബീബിനെ ഇഷ്ടപ്പെടുമ്പോൾ ഹബീബിന്റെ സ്നേഹ വലയത്തിലുള്ള ജീവിതമാവണം നമ്മളുടെ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.